നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ കാലമായി നമ്മുടെ നിരത്തുകളിൽ സ്ഥിരം കാണുന്ന ഒരു പേരാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്നുള്ളത്. ഇന്ത്യയുടെ പീപ്പിൾ മൂവർ എന്ന് വേണമെങ്കിൽ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളെ വിളിക്കാം. കാരണം കല്യാണത്തിനായാലും അടിയന്തരത്തിനായാലും മരണത്തിനായാലും എന്തിനും വേണമെങ്കിലും നമ്മൾ ഗ്രൂപ്പായി പോകണമെങ്കിൽ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ട്രാവലറിനെ ആശ്രയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. വളരെ കാലം മുമ്പ്, അതായത് ഈ കമ്പനിയുടെ പേര് ബജാജ് ടെമ്പോ എന്നായിരുന്ന കാലത്തും മൾട്ടിപർപ്പസ് വാഹനങ്ങളെ സംബന്ധിച്ചൊരു അവസാന വാക്കായിരുന്നു ബജാജ് ടെമ്പോ. എന്തായാലും ഇന്ത്യൻ നിരത്തുകളിലെ നിത്യ സാന്നിധ്യമാണ് ഈ പേര് എങ്കിൽ പോലും അടുത്ത കാലത്താണ് ഫോഴ്സ് മോട്ടോഴ്സ് അങ്ങേയറ്റം ആധുനികമായി മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് നമ്മൾ ഫോഴ്സിൻ്റെ അർബേനിയ എന്നൊരു ഗംഭീരമായ ട്രാവലറിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലൊരു വാഹനം ഫോഴ്സ് മോട്ടോഴ്സിന് നിർമ്മിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായത്. ഏതാണ്ട് ഇതേ കാലത്തൊക്കെ തന്നെയാണ് ഗൂർഖ എന്ന മോഡലും കാര്യമായ രീതിയിൽ ജനപ്രീതി പിടിച്ചു പറ്റി തുടങ്ങിയതെന്നാണ് പറയേണ്ടത്. ഈവൻ നമ്മളുടെ കേരള പോലീസ് പോലും ഇപ്പോൾ ഗൂർഖ ഉപയോഗിക്കുന്നുണ്ട്. ഗൂർഖയുടെ കാര്യത്തിൽ ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് 3 ഡോർ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് കയറണമെങ്കിൽ അതിൻ്റെ മുൻഭാഗത്തെ ഡോറ് തുറന്ന് കയറണമായിരുന്നു എന്നുള്ള ഒരു കാര്യം. 2 കുറച്ച് എക്യുപ്മെൻറ്റ്സ് കുറവായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അല്പം പിന്നിലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ കുറച്ചൊരു അണ്ടർ പവേർഡ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും അത് കാണാനുള്ള ഭംഗിയും അതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റീസും കൊണ്ട് ധാരാളം ഫോഴ്സ് ഗൂർഖകൾ വിറ്റഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാലും ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ കുറവുകളും നികത്തി എന്ന് ഞാൻ പറയുന്നില്ല. മുഴുവൻ കുറവുകളും നികത്തിയില്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ 5 ഡോർ ഗൂർഖയാണ്. ആ വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിന് അതിൽ പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ 3 ഡോറിൽ നിന്നും 5 ഡോറിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് അത്തരം കാര്യങ്ങളിൽ വളരെ പ്രാക്ടിക്കലായി എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത് ഫീച്ചേഴ്സ് കാര്യമായ രീതിയിൽ ഇൻറ്റീരിയറിലും വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫോഴ്സ് ഗൂർഖ 5 ഡോറിനെയാണ് നിങ്ങളിതിന് കാണാൻ പോകുന്നത്. അപ്പോൾ ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിനാറ് വർഷത്തെ ചരിത്രമുണ്ട് ഫോഴ്സ് ഗൂർഖയ്ക്ക് ഇന്ത്യയിൽ. അതായത് 2008 ആദ്യമായിട്ട് ഗൂർഖ എന്ന ഈ ഒരു വാഹനം വിപണിയിലെത്തിയത്. മറ്റൊരു രസകരമായ കാര്യം, അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ടാറ്റ സിയറ എന്നൊരു മോഡൽ ഉണ്ടായിരുന്നല്ലോ, സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഗ്ലാസ് ഏരിയ ഒക്കെ ആയിട്ടുള്ള ടാറ്റ സിയറ വിദേശ ചില രാജ്യങ്ങൾ വിറ്റിരുന്നത് ടാറ്റ ഗൂർഖ എന്നുള്ള പേരിലാണെന്നുള്ളൊരു കൗതുകമുള്ള മറ്റൊരു കാര്യം. എന്നാലും ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒന്നും ഗൂർഖ എന്നുള്ള പേര് ഉപയോഗിക്കുന്നില്ല. അത് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 2008 വിപണിയിലെത്തിയ ശേഷം പല തവണ രൂപമാറ്റങ്ങൾക്കൊക്കെ വിധേയമായി ഈ വാഹനം. എങ്കിൽ പോലും ബേസിക് രൂപം ഒരിക്കലും മാറിയിട്ടില്ല. ഇതിപ്പോൾ 4th ജനറേഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ വാഹനം കാണുമ്പോൾ ആദ്യമേ നമുക്ക് തോന്നുന്നത് ജി വാഗണിൻ്റെ ഒരു കട്ടില് എന്നുള്ള കാര്യമാണ്. അതായത് മെഴ്സഡസ് ബെൻസിൻ്റെ ഏറ്റവും വിഖ്യാതമായ ഓഫ് റോഡറും ഏറ്റവും വിഖ്യാതമായ ഓൺ റോഡറും ഒക്കെയാണ് ആ വാഹനം എന്ന് പറയാം. ആ വാഹനത്തിൻ്റെ കട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിനെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, വളരെ മുമ്പ് ബജാജ് ടെമ്പോ എന്ന ഈ ഒരു കമ്പനിയുടെ പേരുണ്ടായിരുന്ന കാലത്ത് മെഴ്സഡസ് ബെൻസുമായിട്ട് സഹകരിച്ചാണ് വാഹനങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത്. അതായത് മെഴ്സഡസ് ബെൻസിന് ഈ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തം പോലും ഉണ്ടായിരുന്നു. അക്കാലത്താണ് ടെമ്പോ ട്രാവലർ എന്ന പേരിൽ ബെൻസിൻ്റെ ഒരു മൾട്ടിപർപ്പസ് വാഹനത്തിൻ്റെ രൂപത്തിൽ ഇവിടെ വാഹനം വന്നത്. അതുപോലെ തന്നെ ജി വാഗണിൻ്റെ രൂപത്തിൽ ഈ വാഹനം വരികയും ചെയ്തു. അപ്പോൾ ബജാജ് ടെമ്പോയും മെഴ്സഡസ് ബെൻസ് ഒരുമിച്ച് ചേർന്ന് തന്നെയാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ജി വാഗണിൻ്റെ ഏകദേശ രൂപത്തിൽ ഈ വാഹനം നിർമ്മിച്ചതിൽ മെഴ്സഡസ് ബെൻസിനും പങ്കുണ്ട്. അതുകൊണ്ട് അവർക്ക് പരാതിയൊന്നുമില്ല. എന്തായാലും ജീവാഗണിൻ്റെ രൂപത്തിൽ വർഷങ്ങളായിട്ട് ഇന്ത്യൻ നിരത്തുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ദേശി ജീവാഗൺ എന്നൊരു പേര് പോലും ഇദ്ദേഹത്തിന് ഇന്ത്യക്കാർ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ മെഴ്സഡസ് ബെൻസുമായിട്ടുള്ള സഹകരണമൊന്നും ഫോഴ്സ് മോട്ടോഴ്സിനില്ല. എങ്കിലും ഈ ഒരു രൂപം തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 5 ഡോർ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിൻ്റെ നീളം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. വളരെയധികം നീളം വർദ്ധിച്ചു. അതായത് 3 ഡോറിനെ വെറുതെ എടുത്തൊരു സീറ്റൂടെ ഫിറ്റ് ചെയ്ത് 5 ഡോറാക്കി മാറ്റുകയല്ല, അല്ലെങ്കിൽ 7 സീറ്ററായിട്ട് മാറ്റുകയല്ല ചെയ്തിരിക്കുന്നത്. നീളം കാര്യമായ രീതിയിൽ 425 മില്ലിമീറ്റർ വീൽ ബേസ് വർദ്ധിക്കുന്ന രീതിയിൽ കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. മൊത്തത്തിൽ ഇതൊരു സംഭവമാണ് ഈ വാഹനം. ഇതിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ലാതായി പോകും. കാരണം 2 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഉയരം, 4.4 മീറ്റർ നീളം, 1.8 മീറ്റർ വൈഡർ, അതായത് വീതി എന്ന് പറയാവുന്ന രീതിയിൽ ഇതിൻ്റെ ഡയമെൻഷൻസ് നമ്മളെ ഞെട്ടിക്കുക തന്നെ ചെയ്യും. മുകളിലേക്ക് കയറണമെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് സ്റ്റെപ്പ് ഇല്ലാതെ കയറാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തികഞ്ഞ ഓഫ് റോഡാണെന്നാണ് പറയേണ്ടത്. 700 മില്ലിമീറ്റർ വെള്ളക്കെട്ട് ഇവിടെ ചുമ്മാ കൂളായിട്ട് ഇദ്ദേഹം കയറിപ്പോവും. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഓഫ് റോഡേഴ്സിന് പ്രധാനമായിട്ടും ഓഫ് റോഡിങ്ങിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങളുടെ ഒരു പ്രശ്നമോ ഗുണമോ എന്നൊക്കെ പറയുന്നത് ഉൾഭാഗത്തൊക്കെ കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കും
കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം തികഞ്ഞ ഓഫ് റോഡ് പ്രാന്തന്മാരെയാണ് ഇത്തരം വാഹനങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കും. അത് നമുക്ക് ഈ വാഹനത്തിൽ കാണാം. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ 5 ഡോർ വന്നു കഴിഞ്ഞപ്പോൾ 3 ഡോറിലും കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് 2 മോഡലും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഇൻറ്റീരിയർ മാറ്റങ്ങളെല്ലാം തന്നെ 3 ഡോറിലേക്കും വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ രൂപത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ജനറേഷനിലെ ഗൂർഖയുമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ചില ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. മുൻഭാഗമൊക്കെ കണ്ടാലുണ്ടല്ലോ നമ്മൾ തൊഴുതു പോകുന്ന അമ്മാതിരി രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ വാഹനമാക്കാൻ പറ്റിയ വാഹനമാണ്. ഇത് ഉൾഭാഗത്ത് പോലീസ് ഇരിപ്പില്ലെങ്കിൽ പോലും ഇത് വരുമ്പോൾ തന്നെ കള്ളന്മാരെല്ലാം ഓടും. അമ്മാതിരി രൂപമാണല്ലോ, കണ്ടാൽ ഒരു ഗാംഭീര്യം തുടിച്ചു നിൽക്കുന്ന രൂപം എന്നൊക്കെയാണ് പറയേണ്ടത്. ഇതിൻ്റെ ഏറ്റവും സുന്ദരമായൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു LED ഹെഡ് ലാമ്പും അതിൻ്റെ ചുറ്റുമുള്ള ഡേറ്റ റണ്ണിംഗ് ലാമ്പുമാണ്. ഇത്രയും മനോഹരമായ ഡേറ്റ റണ്ണിംഗ് ലാമ്പ് മറ്റൊരു വാഹനത്തിലും കാണാനില്ല എന്നുള്ള കാര്യം സംശയമില്ല. രസകരമായ ഡയമണ്ട് കട്ട് പോലുള്ള കാര്യങ്ങളെ കൊടുത്ത് എലമെൻസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ യാഥാസ്ഥിതിക രൂപം തന്നെയാണ്, ഉരുണ്ട രൂപത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നതും ഓഫ് റോഡ് വാഹനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മേൽഭാഗത്ത് ബോണറ്റിൻ്റെ മേൽഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റൊരു വാഹനത്തിനും ഇല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസാണ്. അത് 233 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടിയത്, അതായത് ഈ ഒരു 5 ഡോർ വന്നപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീൽ സൈസ് വർദ്ധിച്ചു എന്നുള്ളതാണ്. 16 ഇഞ്ചിൽ നിന്നും 18 ഇഞ്ചായിട്ട് മാറിയപ്പോഴേക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ച് 233 മില്ലിമീറ്ററായി എന്ന് പറഞ്ഞാൽ ഇവനെ എവിടെയും കയറ്റിക്കൊണ്ട് പോകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളപ്പോൾ നമുക്ക് അറിയാമല്ലോ ഓഫോർഡബിലിറ്റീസ് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടാകുന്നുള്ളത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. എന്തായാലും ഗൂർഖ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അഭിമാനത്തോടു കൂടി വലുതായിട്ട് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് ഫോഴ്സ് മോട്ടോഴ്സ്. ഇവിടെ നെറ്റഡ് ആയിട്ടുള്ള ഗ്രില്ലാണ് കാണുന്നത്. ഒരു ഓഫ് റോഡിന് ചേരുന്ന രീതിയിലുള്ള കരുത്തുറ്റ ബോണറ്റും ഭാഗങ്ങളും എല്ലാം തന്നെയാണ്. അതിലെല്ലാം പവർ ബൾജുകളൊക്കെ കൊടുത്ത് അങ്ങനെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡിന് ചേരുന്ന രീതിയിലുള്ള ബമ്പർ കൊടുത്തിരിക്കുന്നു. അതിൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഈ ഒരു നെറ്റഡ് ഗ്രില്ല് ഇങ്ങോട്ട് കടന്നു നിൽക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇതാണ് മുൻഭാഗത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗാർഡ് പോലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ആക്സസറി ആയിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷേ സ്നോർക്കൽ ഇതിൻ്റെ ആക്സസറി അല്ല, അത് ഈ വാഹനത്തിലുണ്ട്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യുന്നവരെ പിടിച്ച് ഫൈൻ അടിക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇത് സ്റ്റോക്കായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് MBD ഒന്നും പറയില്ല, പോട്ടെ മക്കളെ എന്നേ പറഞ്ഞു വിടുകയുള്ളൂ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം അല്ലേ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയല്ലോ. അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പറയാവുന്ന ഇവിടെയൊക്കെയുള്ള എയർ സ്കൂപ്പുകൾ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അതിൽ നിന്ന് മനോഹരമായിട്ടാണ് കണ്ടത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന നല്ല രസമായിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഗംഭീരമായ അലോയ് വീലാണ്. അതായത് ഈ ഒരു അലൂമിനിയം ഫിനിഷും ബ്ലാക്ക് ഫിനിഷുള്ള അലോയ് വീല്, 18 ഇഞ്ചിൻ്റെ ഗംഭീരമായ C8ൻ്റെ ടയേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വീൽ ട്രാവലൊക്കെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഓഫ് റോഡിൽ ഗംഭീരമായിരിക്കും. സ്ക്വയറിഷാണ് ഈ ഒരു വീൽ ആർച്ച് കൊടുത്തിരിക്കുന്നത്, അത് ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇനി എത്ര വലിയ കരുത്തനാണെന്ന് പറഞ്ഞാലും ഫുഡ് സ്റ്റെപ്പ് ചവിട്ടാതെ കയറാൻ പറ്റില്ല, അത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിനുണ്ട്. അതുമൊക്കെ ഇതിൻ്റെ ഒരു രസകരമായൊരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അങ്ങനെയുള്ളവരാണല്ലോ ഇത് വാങ്ങിക്കുന്ന എല്ലാവരും. ഇപ്പോൾ അത്യാവശ്യം പൊക്കമുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഞാൻ ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒന്നും അല്ലാതായിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത്രയധികം ഹൈറ്റ് ഉണ്ട് ഈ വാഹനത്തിനെന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ബോഡി ലൈനുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട്. മേൽഭാഗത്ത് റൂഫ് റെയിലുണ്ട്. റൂഫ് റെയിൽ തീർച്ചയായിട്ടും വാഹനത്തിന് ആവശ്യമാണ്. കാരണം ഇത് 7 സീറ്ററാണ്. പിൻഭാഗത്ത് 3 റോ ഉള്ളത് കൊണ്ട് തന്നെ സാധനങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനൊരു സാധനം ആവശ്യമുണ്ട്. അതിലെന്ത് വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ള അതിൻ്റെ ഒരു കരുത്ത് ഉറ്റ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇവിടെ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം. ഈ ഒരു ഡോർ അഡീഷണലായിട്ട് വന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം നമ്മളിത് ഗൂർഖയിൽ കണ്ടിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഈ ഓഫ് റോഡിന് ചേരുന്ന രീതിയിൽ വേണമെങ്കിൽ അഴിച്ചെടുക്കാവുന്ന രീതിയിലുള്ള വിജാഗിരി എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ്. അതായത് 425 മില്ലിമീറ്റർ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ, വീൽ ബേസ് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഉൾഭാഗത്ത് എത്രത്തോളം സ്പേസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ തേർഡ് റോയിൽ ഇരിക്കുന്നവർക്കും യാതൊരു ക്ലസ്ട്രോഫോബിക്കും അല്ലാതെ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. അതിനുള്ള ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇത് എല്ലാവരും പണ്ട് തൊട്ടേ ഞെട്ടിക്കുന്ന ഒരു സാധനമാണ് 4x4x4 എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്. അതായത് സാധാരണ ഇതിൽ 4x4 എന്നാണല്ലോ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഓഫോർഡബിലിറ്റീസ് വെച്ച് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം 4x4x4 എന്നുള്ള കാര്യം. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. അതുപോലെ ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ എബിലിറ്റീസ് എന്നുള്ളതിൻ്റെ ഒരു രേഖാചിത്രം എന്ന് പറയുന്ന കാര്യമാണിത്. മല കയറും. അതുപോലെ ഇത് മലയല്ലേ, ഇത് ഏകദേശം മലയാണെന്ന് തോന്നുന്നു. വെള്ളക്കെട്ടിലിറങ്ങും. അതുപോലെ തന്നെ ഏത് മരുഭൂമിയിലും പോകും. ഇത് കാട്, ഇത് മരുഭൂമി, ഇത് മല, ഇത് വെള്ളം, ഇത്രയും 4 കാര്യം ഇതല്ലേ ഉള്ളൂ. അവിടെ ഭൂമി സൃഷ്ടിച്ചപ്പോൾ ദൈവം ഈ 4 സാധനങ്ങൾ കൊടുത്തു. പിന്നെ കുറച്ച് മനുഷ്യരെ കൊടുത്തു. ഈ മനുഷ്യരൊന്നും ഈ വണ്ടിക്ക് ഒരു പ്രശ്നമല്ല, ഈ 4 കാര്യങ്ങളും പ്രശ്നമല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ദൈവത്തെ വെല്ലുവിളിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, ഇത്ര എബിലിറ്റീസ് ഉണ്ടതിന് എന്ന് പറഞ്ഞു തരികയാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ ലിഡാണിത്.
മുമ്പൊക്കെ ഇതിനൊരു കീ ഉണ്ടായിരുന്നു, കീയൊക്കെ തുറന്ന് വെളിയിൽ വന്ന് തുറക്കണമെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, അകത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം, അത്രയും സൗകര്യമായിട്ടുണ്ട്. അപ്പം തികഞ്ഞൊരു ബോക്സി രൂപമാണ് ഈ വാഹനത്തിന്. ശരിക്കും പറഞ്ഞാൽ ബെൻസിൻ്റെ ജീവാഗണും ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ബോക്സി രൂപമാണ്. നമ്മൾ പലപ്പോഴും പല വാഹനങ്ങളും ബോക്സി രൂപം എന്ന് പറയുമ്പോൾ ജീവാഗൻ്റെയും ഗൂർഖയുടെയും ആഹാ ബോക്സി രൂപം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ആഹാ, അതാണ് ഈ വാഹനങ്ങളുടെ രൂപം തമ്മിലുള്ളൊരു വ്യത്യാസമായിട്ട് പറയാവുന്നത്. എന്തായാലും പിൻഭാഗമൊക്കെ അങ്ങനെ ബസ് പോലെ ഉയർന്നു നിൽക്കുകയാണ്. എറണാകുളത്തെ സിറ്റി ബസ്സുകാരൊക്കെ നാണിച്ച് പോകുന്നൊരു ഹൈറ്റ് ഉണ്ട് ഈ വാഹനത്തിലുള്ള കാര്യം സംശയമില്ല. ഇവിടെ കാണുന്ന ഗൂർഖ എന്നുള്ള ബാഡ്ജിങ് നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഈ ഗൂർഖകൾ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്. പണ്ട് നമ്മുടെ പഴയ സിനിമ പറയല്ലേ, ഈ കത്തി ഊരിക്കഴിഞ്ഞാൽ പിന്നെ രക്തം കണ്ടിട്ട് തിരിച്ച് വയ്ക്കുകയുള്ളൂ എന്നുള്ളത്. നമ്മുടെ ഏതായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ പറയുന്ന പോലെയാണ് ആ കത്തിയാണ് ഈ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് രസകരമായ ഒരു ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കത്തി മുമ്പ് ഏതായിരുന്നു ടവേരയാണെന്നോ, അതെ, ജനറൽ മോട്ടോഴ്സിൽ ടവേരയുടെ ടെസ്റ്റ് ഡ്രൈവിന് നമ്മൾ കൂർഗിലായിരുന്നു. കൂർഗന്മാർക്കും ഇങ്ങനെ ഒരു കത്തിയുണ്ട്, അവരുടെ ട്രഡീഷണൽ കത്തി. അപ്പോൾ മീഡിയ ഡ്രൈവ് കഴിഞ്ഞ് നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്ന ഈ കത്തിയായിരുന്നു. ഈ കത്തിയുമായിട്ട് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വരികയും എൻ്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ഈ കത്തി കണ്ടെടുത്ത് ഭയങ്കര പ്രശ്നമായി. കത്തിയുമായിട്ട്, അതായത് പൈലറ്റിനെ കൊന്നിട്ട് വിമാനം തട്ടിക്കൊണ്ട് പോകാനുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ കത്തിയുമായിട്ട് വന്നതെന്നായിരുന്നു അവിടെ കണ്ടുപിടിച്ചു. അവസാനം വലിയ ഇഷ്യൂ ഒക്കെ ഞാൻ പറഞ്ഞു വേണ്ട, കത്തികൾ എടുത്തു, എനിക്ക് വേണ്ട, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചാണ് ആ കത്തി എടുത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കത്തി കാണുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. പണ്ട് ഞാൻ പൈലറ്റിനെ കൊല്ലാൻ ശ്രമിച്ച കത്തി എന്നാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ പിൻഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഈ ഒരു കോവണി എന്ന് പറയും, കോട്ടയം ഭാഷ കോവണി എന്ന് പറയും. കോവണി മേൽഭാഗത്ത് കയറി സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി കോവണി ആവശ്യമാണ് എന്നാണ് പറയേണ്ടത്. അതുപോലെ ഇവിടെയാണ് ഇതിൻ്റെ സ്പെയർ ടയർ വരുന്നത്. പക്ഷേ ഇത് പുതിയ വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് പാർട്ടുകളൊക്കെ രസമാണ്. 3 പാർട്ടായിട്ടാണ് പിൻഭാഗത്തെ വിൻഷീൽഡ് കൊടുക്കുന്നത്, അതൊക്കെ രസകരമായിട്ടുണ്ട്. ഫോഴ്സ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. ഇത് BX 6.2 ആണ് ഇപ്പോൾ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിൻ, അതായത് ഏറ്റവും പുതിയ എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അതുപോലെ ഇത്തരത്തിലുള്ള വാഹനത്തിന് ചേരുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പ്, വലിയ ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു, അതും ഭംഗിയായിട്ടുണ്ട്. ഇവിടെയും ചവിട്ടി കയറാൻ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. പിന്നെ വലിയ ഒരു ബമ്പർ കൊടുത്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തേർഡ് റോയിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കയറേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അതായത് മുൻഭാഗത്തെ സീറ്റ് മടക്കി പിൻഭാഗത്തേക്ക് കയറുന്ന പരിപാടി ഈ വാഹനത്തിലില്ല. ഇതിൽ നമ്മൾ ഈ ഒരു പിൻഭാഗത്തെ ഡോറ് തുറന്ന് തന്നെ ഈ ഒരു ഫുഡ് സ്റ്റെപ്പിൽ ചവിട്ടി കയറുക എന്നുള്ളതാണ് കുറച്ച് ശ്രമകരമായ കാര്യമാണ് തീർച്ചയായിട്ടും. ഇതെല്ലാം എന്നെപ്പോലുള്ള യുവാക്കളെ സംബന്ധിച്ച് കുഴപ്പമില്ല. നിങ്ങളെപ്പോലെ വയസ്സായവർക്ക് ഇതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമായിരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ചവിട്ടി പിടിച്ചാൽ കയറി എല്ലാവർക്കും കൊള്ളാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പിൻഭാഗത്തെ പറ്റി പറയേണ്ടത്. ബാക്കി കാര്യങ്ങൾ ഉൾഭാഗത്തിരുന്ന് പറയാം അല്ലേ. എന്തായാലും രസകരമായ രൂപമാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥിരം കണ്ടുവരുന്ന രൂപങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രൂപഭംഗി ഈ വാഹനത്തിന്. രൂപഭംഗി എന്നതിന് പറയേണ്ടത് രൂപഗാംഭീര്യം എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഭംഗിയല്ലോ, ഗാംഭീര്യമല്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു ഗാംഭീര്യം ഈ വാഹനത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും 16 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഫോഴ്സ് ഗൂർഖ എന്ന് പറയുമ്പോൾ ആഹാ പോരട്ടെ എന്നെല്ലാവരും പറയുന്നത്. എത്രയോ കാലമായിട്ട് ഫോഴ്സ് ഗൂർഖയുടെ 5 ഡോർ എവിടെ ചേട്ടാ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും കാണാൻ ആഗ്രഹമുണ്ട്. അതിന് കാരണം ഈ വാഹനം കാണുമ്പോൾ തന്നെ തോന്നുന്ന ആ ഒരു ഗാംഭീര്യമാണ്. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയധികം വാചാടോപം നടത്തിയിട്ടില്ല. വാചാടോപം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലാണ് വാചാടോപം എന്നുള്ള വാക്ക്, അതായത് ഇത്രയും വായിട്ട് അലച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. അത്രയധികം കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും പറഞ്ഞത്. എന്തായാലും നമുക്കിനി ഉൾഭാഗത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫോഴ്സ് 5 ഡോർ ഗൂർഖ 5 ഡോറിലേക്ക് കയറാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഇത് ചവിട്ടി തന്നെ കയറാൻ പറ്റും. ചവിട്ടി കയറുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പില്ലറിലുള്ള ഈ ഒരു ഹാൻഡിലിൽ പിടിച്ചിട്ട് തന്നെ വേണം കയറാൻ, അല്ലാതെ ഒരു തരത്തിലും കയറാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നിട്ട് സീറ്റൊക്കെ നീക്കിയിട്ട് കയറി ഇങ്ങനെ ഇരുന്നാൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഹൈറ്റ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഇനി ശ്യാമേ ഈ സൈഡിൽ വരൂ. അപ്പോൾ ഇതാണ് കുട്ടികളെ നമ്മുടെ ഫോഴ്സ് ഗൂർഖ 5 ഡോറിൻ്റെ ഇൻറ്റീരിയർ.
തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാറ്റങ്ങളെന്ന് വെച്ചാൽ ഇന്ത്യയിലാണ് ഫിറ്റ് ആൻഡ് ഫിനിഷ് തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളൊരു സംശയമില്ല. കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കോമ്പറ്റ് ചെയ്യുന്ന നമുക്കറിയാവുന്ന പോലെ വളരെ നിർമ്മാണ നിലവാരമുള്ള വാഹനങ്ങളുമായിട്ടായതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ കയറുമ്പോൾ ഒരു ക്വാളിറ്റിയുള്ള വാഹനത്തിൽ കയറുന്ന രീതികളൊക്കെ തോന്നുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെയായിട്ട് ചില പ്ലാസ്റ്റിക് ഫീലൊക്കെ ഉണ്ടെങ്കിൽ പോലും മോശമായിട്ടില്ല എന്നാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഇത് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് എടുത്തൊരു വാഹനമാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫോഴ്സ് മോട്ടോഴ്സ് ആ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കുകയും വേണം. ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷായി എന്നുള്ളതാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷായി എന്നല്ല, ഫുള്ളെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ ചില റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം ബ്ലാക്ക് ഫിനിഷായിട്ട് മാറിയിട്ടുണ്ട്. വലിയ ഒരു 9 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. നിപ്പോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാ നാവിഗേഷൻ, ബ്ലൂടൂത്ത്, റേഡിയോ, മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിൽ ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഗൂഗിൾ മാപ്പാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാം. അല്ലാതെ ഓഫ് റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായ രീതിയിൽ കൊടുത്തിട്ടില്ല. എങ്കിലും മോശമല്ലാത്ത മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്ക്രീനേക്കാളും വലുതാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ സീറ്റിൻ്റെ ഹൈറ്റ് ഒന്നും നമുക്ക് മാനുവലി പോലും ഉയർത്താൻ പറ്റില്ല. കാരണം ഇതിനപ്പുറത്തേക്ക് എന്ത് ഹൈറ്റ് വരുത്താനാണ്. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ മുകളിലെത്തുന്ന രീതിയിൽ അത്രയും ഹൈറ്റ് ഉണ്ട് ഈ വാഹനത്തിന്. പക്ഷേ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ ആംഗിളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും മികച്ച ഒരു ആംഗിൾ കണ്ടെത്തുകയും ചെയ്യാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഇക്കോ എന്ന് പറയുന്ന സ്വിച്ച്, വാഹനം ഇക്കോ മോഡിൽ ഓടിക്കാൻ വേണ്ടിയുള്ളതാണ്. പവർ, ഇക്കോ എന്ന് പറയുന്ന 2 മോഡാണുള്ളത്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അതിവിടെ മാറുന്നുണ്ട്. അതായത് നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ പവർ എന്നുള്ള ആ ഒരു മോഡ് വരുമ്പോൾ ഓറഞ്ച് ആകുന്നു, ഇക്കോ എന്ന് വരുമ്പോൾ പച്ചയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസവും കൂടി മീറ്റർ കൺസോളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫോഗ് ലാമ്പുകളുടെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതായത് വാഹനം ഐഡിലിങ്ങിൽ ഓഫാകുന്ന സ്വിച്ച്. അത് ഞാനൊന്ന് ഓഫ് ചെയ്ത് തന്നെ ഇട്ടേക്കാം, എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമാണിത്. അത്രയുമാണ് അവിടെ കാണുന്നത്. പിന്നെ താഴെയായിട്ട് ക്ലൈമറ്റ് കൺട്രോളുള്ള സ്വിച്ചുകളൊക്കെ കാണാം. അതെല്ലാം പഴയ മോഡലിൽ കണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇവിടെ 12 വോട്ടിൻ്റെ ഒരു ചാർജറുണ്ട്. കൂടാതെ ഇവിടെ 2 USB പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും പുതിയ കാര്യങ്ങൾ അതേപടിയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ ചാരി വെച്ച് ചാർജ് ചെയ്യാവുന്നൊരു സംഭവമുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്, രണ്ടും ഡിഫറൻഷ്യൽ ലോക്ക്. ഇത് ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കും ഇത് റിയർ ഡിഫറൻഷ്യൽ ലോക്കുമാണ്. ഏറ്റവും എക്സ്ട്രീം ഓഫ് റോഡിങ്ങിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അത് ഉയർത്തി ഇങ്ങനെ തിരിക്കുകയാണ് വേണ്ടത്. എൻ്റെ അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ പഴയ ഗൂർഖ നിങ്ങൾക്കറിയാം, ഇവിടെ മറ്റൊരു ലിവർ ഉണ്ടായിരുന്നു, അതായത് 4 വീൽ ഡ്രൈവിലേക്ക് മാറ്റാൻ വേണ്ടി. അതെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഷിഫ്റ്റ് ഓൺ ദ ഫ്ലൈ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഇത്തരം സ്വിച്ചുകളാണ്. അത് വളരെ എളുപ്പമായി 2 വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ്, 4L 3ലേക്ക് മാറ്റിയിടാം. എന്നിട്ട് ഡിഫറൻഷ്യൽ ലോക്ക് കൂടി വലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് മലയും, ഹിമാലയം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഹിമാലയം അല്ല, എവറസ്റ്റ് എന്ന് പറയുന്നില്ല, ഹിമാലയം കയറി കേട്ടോ, ഏകദേശം കുറേ സ്ഥലങ്ങളിലൊക്കെ ആ രീതിയിലേക്കുള്ള ഒരു കേപ്പബിലിറ്റി ഈ വാഹനത്തിൽ ലഭിക്കും. ഇവിടെയൊക്കെ വലിയ കൺസോളൊക്കെയാണ്, അതൊക്കെ രസകരമായിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് 4 പവർ വിൻഡോയുടെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. കാരണം എപ്പോഴും ഓഫ് റോഡേഴ്സിന് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് അത് കാണുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയുണ്ട്. ഇവിടെ ഈ മൊബൈൽ ഫോണൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന നല്ല ഒരു സ്പേസ്, അതും ചാടിപ്പോയിരിക്കാൻ വേണ്ടി ഒരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു, പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഉപയോഗിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത്ര പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലെന്ന് വെച്ചാൽ അല്ല. അത് ഈ ഒരു ആംറസ്റ്റാണ്. ഇത് മടക്കി വെക്കാവുന്ന ആംറസ്റ്റാണ്. ഹൈറ്റും ഉയർത്തി വയ്ക്കാം. ഇത് തീർച്ചയായിട്ടും വളരെ ആവശ്യമുള്ള കാര്യം. നമ്മൾ ദീർഘദൂരമൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും മാനുവൽ ഗിയർ ബോക്സുള്ള വാഹനങ്ങളിലൊക്കെ കൈ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് 2 സീറ്റിലും കൊടുത്തിരിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ ഈ ഒരു കുഷനിങ്, അത് അമേസിങ് ആണെന്നാണ് പറയേണ്ടത്. കണ്ടോ, ഇത്രയധികം സൈഡ് ബോൾസേഴ്സൊക്കെ കൊടുത്തിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് പൊതുവെ കാണാറില്ല. അതിൽ ഗൂർഖ എന്നുള്ള ബാഡ്ജിങ്ങും അഭിമാനത്തോടു കൂടി കൊടുത്തിരിക്കുകയാണ്. സ്പേസ് തീർച്ചയായിട്ടും നല്ല സ്പേസ് ഉണ്ട് മുൻഭാഗത്ത്. സെക്കൻഡ് റോയിൽ നമുക്ക് ഇരുന്ന് നോക്കാം, പക്ഷേ മുൻഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സീറ്റിംഗ് പൊസിഷനും ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധ ടാങ്കിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്നുള്ളൂ. ഞാൻ അതിനകത്ത് ഇരുന്നിട്ടില്ല കേട്ടോ, എങ്കിൽ പോലും നമുക്ക് ആലോചിച്ചറിയാമല്ലോ, എല്ലാം ചെയ്ത് നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. നമുക്കൊരു സ്വപ്നങ്ങളുണ്ട് ടാങ്കിൻ്റെ ഉൾഭാഗത്തിരിക്കുന്നുള്ളത്. അത് ഏതാണ്ട് ആ ഒരു ഫീലാണ് കിട്ടുക. അതുപോലെ ഉയർന്നു നിൽക്കുന്ന ഈ ഡാഷ്ബോർഡും എന്നാൽ മോശമല്ലാത്ത ഗ്ലാസ് ഏരിയയും എല്ലാം തന്നെയുണ്ട്. ഇവിടെ ഗ്ലോ ബോക്സ് ഒന്നും അത്ര വലിയ സ്പേസ് ഉള്ളതല്ല. അതുപോലെ കുറച്ചുകൂടി ഈ ഒരു ഭാഗത്തൊക്കെയാണ് കുറച്ചുകൂടി പ്ലാസ്റ്റിക് നന്നാക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന കാര്യം. ഇവിടെ എയർ ബാഗാണ് കാണുന്നത്, അത് ഗൂർഖ എന്നുള്ള ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നു. AC വെൻറ്റുകളൊക്കെ ഉരുണ്ട രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല പവർഫുൾ AC ആണ്, നല്ല ചില്ലിങ് AC ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് പോയാൽ വളരെ ചെറിയ പേപ്പേഴ്സൊക്കെ വയ്ക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും അതൊക്കെ ഒരു പക്ക ഓഫ് ഓർഡറിന് ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ സൺറൂഫ് ഉള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ആ ടൈപ്പ് അല്ല ഞാൻ എന്നാണ് ഗൂർഖ എന്നോടിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ആ ടൈപ്പ് വണ്ടിയെ അല്ലാത്തുള്ളതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മുൻഭാഗത്തിരുന്ന് പറയാവുന്നത്. എന്തായാലും വളരെ വ്യത്യാസമുണ്ട്. ഇനിയുണ്ട്, ഏത് മീറ്റർ കൺസോൾ ഉണ്ട്. കമൺ ബോയ്സ്.
മീറ്റർ കൺസോൾ പറയാൻ വിട്ടു പോകുമായിരുന്നു ഞാൻ. എന്തായാലും അത് സാമാന്യം വലിയ മീറ്റർ കൺസോളാണ്. ഡിജിറ്റൽ സ്ക്രീനൊക്കെ കൊടുക്കുക, അനലോഗ് സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. അതായത് അത് നേരത്തെ സെപ്പറേറ്റ് ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് മീറ്റർ കൺസോളായി 38, 37 അങ്ങനെ കാണുന്നതെല്ലാം ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റമാണ്. മറ്റെല്ലാം ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതൊക്കെ വളരെ വളരെ ക്ലാരിറ്റിയുള്ള വളരെ ഗംഭീരമായ നിറങ്ങളിലാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളത് ഒരു കാര്യം. പിന്നെ അത്രയൊക്കെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. എന്തായാലും അത് മോശമായിട്ടില്ല. അതുപോലെ സ്റ്റിയറിംഗ് വീൽ കുറച്ചൊരു പഴയ ടൈപ്പാണ്, കാര്യമായ രീതിയിലൊന്നുമില്ല. അതുപോലെ സ്വിച്ചുകളും കൺട്രോളുകളൊന്നും തന്നെ നമുക്കിതിൽ കൊടുത്തിട്ടില്ല. എങ്കിലും വളരെ വലിയ ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതിൽ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാം. ഇനി മറ്റൊരു കാര്യം വന്നിരിക്കുന്നത് സൈഡ് വ്യൂ മിറേഴ്സ് നമുക്കിനിയിപ്പോൾ ഇലക്ട്രിക്കലി അതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഫോൾഡബിൾ അല്ല, പക്ഷേ ആംഗിളുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോൾഡബിൾ കൂടി ആകാമായിരുന്നു എന്ന് തോന്നുന്നു, കാരണം ഇതൊരു ഓഫ് റോഡ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം ഇതിനുണ്ടാവും. എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. ഏതായാലും നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഫോഴ്സ് മോട്ടോഴ്സ് മോശമല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് നമ്മൾ കയറണമെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഫുഡ് സ്റ്റെപ്പിൽ ഉണ്ടെങ്കിൽ ചവിട്ടി സ്വാമിയേ ശരണയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇന്ന് മുഴുവൻ മഴ പെയ്ത് ചെളിയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു പേപ്പറൊക്കെ ഇട്ട് ഇരിക്കുന്നത്. അല്ല, മഹാവൃത്തിയോടായപ്പോൾ ഉൾഭാഗത്ത് ഇവിടെ ഇരിക്കുമ്പോഴും ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല ഉയരത്തിൽ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ആകെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഈ ആംഗിൾ കുറച്ചുകൂടി സ്ലാൻഡിങ് ആകാമായിരുന്നു തോന്നി. പക്ഷേ അത് പിൻഭാഗത്തുകൂടി സീറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അത് ഇത്തിരി ഒന്ന് ഒരു അപ്രൈറ്റ് ഒരു രൂപം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടേക്ക് ഇരുന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ KSRTC ബസ്സിൻ്റെ സൈഡിൽ ഇരുന്ന് പോകുന്നുള്ളൂ. അത്രയും ഹൈറ്റാണ്, കാഴ്ചയൊക്കെ കണ്ടുപോകാം. താഴേക്കൊക്കെ ഇങ്ങനെയൊക്കെ എത്തിയൊക്കെ നോക്കി പോകാമെന്ന് അത്രയും ഹൈറ്റിലാണ് സംഭവം. താഴേക്ക് നടന്നു പോകുന്ന കീടങ്ങൾ, മനുഷ്യ കീടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പുച്ഛത്തോടുകൂടി നോക്കിക്കൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ലെഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്ര കൂടുതലൊന്നും പറയാനില്ല. ഈ സീറ്റ് ഞാൻ മുന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. തരക്കേടില്ലാത്ത രീതിയിൽ ഇരിക്കാന്നുള്ളത്. പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. ഒരല്പം ടൈറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് റോയിലെ സീറ്റ്, ഇതെല്ലാം തേർഡ് റോയിൽ നല്ല സ്പേസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിലും മോശമാണ് എന്ന് പറയാനാവില്ല. പിൻഭാഗത്തേക്ക് മേൽഭാഗത്ത് വലിയ AC വെൻറ്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് ഡെഡിക്കേറ്റഡായിട്ട് പിൻഭാഗത്തേക്കുള്ള AC വെൻറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നിലേക്കും കാര്യമായ രീതിയിൽ തണുപ്പെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററിയും അതുപോലെ തന്നെ ഈ ഒരു തൈ സപ്പോർട്ട് ഗംഭീരമാണെന്ന് പറയാതിരിക്കാനാവില്ല. സുഖമായിട്ട് ഇരുന്ന് പോകാം. ഈ ഒരു കാര്യം മാത്രം അല്പം സ്ലാൻഡിങ് കൂട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, അതും സുഖമായിട്ട് കൈവച്ച് ഇരിക്കാവുന്ന രീതിയിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. പിൻഭാഗത്തിരിക്കുന്നവർക്കും അതൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഡോർ പാഡിൽ അങ്ങനെ മുൻഭാഗത്തെ പോലെ തന്നെ ചെറിയ പേപ്പറൊക്കെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പവർ വിൻഡോയൊക്കെ എല്ലായിടത്തും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സാമാന്യം ഗംഭീരമായ രീതിയിലുള്ള ഹെഡ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ എന്താണെന്ന് അറിയോ ഇത് കൊടുത്തിരിക്കുന്നത്, ഇത് ഓഫ് റോഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി ആടാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അത് എല്ലായിടത്തും ഉണ്ട്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് റോ. ഇനി നമുക്ക് തേർഡ് റോയിൽ പോകാം. ഞാൻ പറഞ്ഞല്ലോ ഈ സീറ്റ് ഒരു തരത്തിലും മടക്കാനോ മറിച്ചിടാനോ ഒന്നും പറ്റാത്ത സീറ്റാണ്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് കയറണമെങ്കിൽ പിൻഭാഗത്ത്, അതായത് ബൂട്ടിൻ്റെ ലിഡ് തുറന്ന് തന്നെ കയറണം. നമുക്കിനി ആ പ്രക്രിയയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ തേർഡ് റോയിലേക്ക് കയറുകയാണ്. തേർഡ് റോയിൽ കയറണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടുക, എന്നിട്ട് ഇവിടെ പിടിക്കുന്ന ഇവിടെ ഏണിയിലൊക്കെ പിടിച്ച് കയറാം. അല്ലെങ്കിൽ സീറ്റിൻ്റെ പിൻഭാഗത്ത് തന്നെ സുഖമായിട്ട് പിടിച്ച് കയറാൻ വേണ്ടി 2 ഹാൻഡ് ഗ്രിപ്പുകൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടി കയറാം, കുഴപ്പമില്ല കേട്ടോ, സുഖമായിട്ട് കയറാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതിനിടയ്ക്ക് ഇത്രയധികം സ്ഥലം കൊടുത്തിട്ടുണ്ട്. എന്തായാലും 2 സൈഡിലേക്കും തിരിഞ്ഞിരിക്കുന്ന ബെഞ്ച് സീറ്റുകളൊന്നും കൊടുത്ത് വൃത്തികേടാക്കാൻ ഫോഴ്സ് മോട്ടോഴ്സ് തുനിഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. ഇവിടെയും സുഖമായിട്ടിരിക്കാം കേട്ടോ, കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സാധാരണ ഈ തേർഡ് റോ സീറ്റുള്ള വാഹനങ്ങളിൽ നെഞ്ചിൻ്റെ ഇങ്ങോട്ടായിരിക്കും കാലിരിക്കുന്നത്. കാരണം പിൻഭാഗത്തേക്ക് പ്ലാറ്റ്ഫോം വളരെ ഉയർന്നായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് കണ്ടോ, മാന്യമായിട്ട് കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും. ഗ്ലാസ് ഏരിയ എന്നത് അമേസിംഗ് ആണ്. ഒട്ടും തന്നെ ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സീറ്റ് അതുപോലെ ഒട്ടും മോശമാക്കിയിട്ടില്ല. സാധാരണ അതും ഒരു പ്രശ്നമാണ്. തേർഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്കും നിനക്കൊക്കെ ഇത് മതിയുടെ എന്നുള്ള മട്ടിൽ സീറ്റുകളുടെ അപ്ഹോൾസ്റ്ററിയൊക്കെ മോശമാക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. മുൻഭാഗത്ത് എന്ത് സീറ്റാണോ അത് തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും എനിക്ക് തോന്നുന്നു ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് എല്ലാവർക്കും ലാവിഷായിട്ട് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് പിന്നെ ഉള്ളതൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കപ്പ് ഹോൾഡേഴ്സിന് പകരം ഈ തരത്തിലാണ് ഇവിടെ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതും കൊള്ളാം. എന്തായാലും ഒട്ടും ക്രാംഡായി തോന്നാത്ത രീതിയിലുള്ള ഗ്ലാസ് ഏരിയയും അതുപോലെ തന്നെ സ്പേസും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ലെഗ് സ്പേസ് നോക്കിയാൽ മോശമല്ല. അതായത് അങ്ങനെ ദീർഘദൂരം ഒക്കെ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ചെരിഞ്ഞൊക്കെ ഇരുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ, സുഖമായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ ഒരിത്തിരി ടൈറ്റ് ആണെങ്കിൽ പോലും മോശമാണെന്ന് പറയാനില്ല മറ്റ് വാഹനങ്ങളുടെ ലെഗ് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ 3 റോയിലും ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്പേസ് ഇതാണ്. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ 1-2 പെട്ടികളൊക്കെ വയ്ക്കാം. പിന്നെ ബാഗുകളൊക്കെ
അത്യാവശ്യം ബാഗുകളൊക്കെ വയ്ക്കാം, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തും സാധനങ്ങൾ കയറ്റി വയ്ക്കാം. അങ്ങനെ അത് മോശമല്ലാത്ത രീതിയിൽ എന്നാണ് പറയേണ്ടത് ഈ ലഗേജ് സ്പേസിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് തേർഡ് കാര്യം പറയേണ്ടത്. അപ്പോൾ ഒരു തികഞ്ഞ 7 സീറ്റർ എന്ന് തന്നെയാണ് ഈ വാഹനത്തെ വിളിക്കേണ്ടത്. സാധനങ്ങളും അത്യാവശ്യം കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനം ഓടിച്ചു നോക്കാമെന്നുള്ളത്. കാരണം ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ കുതിച്ചാണ്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. BSP ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എങ്കിലും മാനുവൽ ഗിയർ ബോക്സ് തന്നെ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി വാഹനം ഓടിച്ചു നോക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈ വാഹനത്തെപ്പറ്റി നേരത്തെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അതായത് ഇതൊരു ടാങ്കിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന പോലെയാണെന്ന്, ഒരു യുദ്ധ ടാങ്കിൻ്റെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തൊരു ഇൻറ്റീരിയർ ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ചുറ്റും നമ്മളെ വലയം ചെയ്ത് നിൽക്കുന്ന ഈ ഒരു മെറ്റലിൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു ടാങ്കിന് സമാനമായ ആവരണവും എന്നൊക്കെ പറയാവുന്നത് ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് വാടാ, കളിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്, ഇങ്ങോട്ട് വാടാ എന്ന് നമ്മൾ പറഞ്ഞു പോകും ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിയുമ്പോൾ. അമ്മാതിരി ഇൻറ്റീരിയറും ആ ഒരു എന്താണ് സ്റ്റെബിലിറ്റിയും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗംഭീരമായ സസ്പെൻഷനാണെന്നുള്ള സംശയമില്ല. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. വളരെ സോഫ്റ്റായുള്ള സസ്പെൻഷൻ, പക്ഷേ നല്ല ഫ്ലോട്ടിങ് സസ്പെൻഷൻ. അതാണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഈ വാഹനം ആദ്യ കാലത്ത് 3 ഡോറൊക്കെ വാങ്ങിച്ചവർ പറയുന്ന 1-2 പ്രശ്നങ്ങളിൽ പരിഹരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഓഫ് റോഡ് പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലോവർ ആം ചില സ്ഥലങ്ങളിൽ അടി തട്ടുന്നുണ്ടായിരുന്നു എന്നൊരു പ്രശ്നം പലരും പറയുന്നുണ്ട്. കാരണം ഒരു സമ്പൂർണ്ണ ഓഫ് റോഡാണെന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. എന്തായാലും കമ്പനി ആ കാര്യത്തിൽ മാറ്റം വരുത്തി. ലോവറാം ഇപ്പോൾ അത് എൻ്റെ ആക്സിലിന് സമാനമായ രീതിയിൽ കുറച്ച് പാരലാക്കി നിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഫീച്ചേഴ്സിൻ്റെ കാര്യമാണ്. ഫീച്ചേഴ്സ് ഇപ്പോൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചുള്ള കാര്യമാണ്. 33 മില്ലിമീറ്ററോളം വീണ്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചു. അതായത് ഉന്തിൻ്റെ കൂട്ടർ തള്ള് എന്ന് പറഞ്ഞാൽ കോട്ടയംകാർ ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്. ഉന്തിൻ്റെ കൂട്ടർ തള്ള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തള്ളിൻ്റെ ആവശ്യം പോലും ഇല്ല. കാരണം ഉന്ത് തന്നെ ഗംഭീരമായിരുന്നു. അതായത് 203 മില്ലിമീറ്റർ തന്നെ ഗംഭീരമായിരുന്നു. അതിൻ്റെ കൂടെ വീണ്ടും വർദ്ധിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്നതിലിരുന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുന്നതെന്നാണ് പറയേണ്ടത്. എന്തായാലും വലിയൊരു വാഹനമാണിത്. നമ്മൾ കണ്ടു കഴിഞ്ഞ പോലെ 425 മില്ലിമീറ്റർ വീൽ ബേസ് വർദ്ധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ വലിപ്പം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ 5 ഡോറായി മാറിയപ്പോൾ സസ്പെൻഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻജിൻ പാടെ മാറിയിട്ടുണ്ട്. പാടെയെന്ന് വെച്ചാൽ എൻജിൻ്റെ ബേസിക് സാധനങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ വമ്പൻ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. മെർസിഡസ് ബെൻസിൻ്റെ എന്താ പറയുക ഐതിഹാസിക എഞ്ചിനുകളിലൊന്നായ OM616 എന്ന് പറയുന്ന എഞ്ചിനാണ് ആദ്യകാലത്ത് തന്നെ ബജാജ് ടെമ്പോ ആയിരുന്ന കാലത്ത് മെർസിഡസ് ബെൻസുമായിട്ടുള്ള ആ ഒരു സഹകരണത്തിൽ ബജാജ് ടെമ്പോയ്ക്ക് കിട്ടിയത്. അതുതന്നെയാണ് ഇപ്പോഴും ഈ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ പല വാഹനങ്ങളിലും ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പഴയ കാലമൊക്കെ പോയിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജിയിലേക്ക് ആ ഒരു എഞ്ചിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതായത് ബേസിക്കലി മെർസിഡസ് ബെൻസിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഇതിനുള്ളിലുള്ളത് എന്നാണ് പറയേണ്ടത്. അത് പല കാലഘട്ടങ്ങളിൽ IDI, DI, കോമൺ റെയിൽ അങ്ങനെയുള്ള പല മാറ്റങ്ങളും സംഭവിച്ച് ഇപ്പോൾ 6.2 BS എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന വാഹനമായിട്ടാണ് മാറിയിരിക്കുന്നത്. കൂടാതെ G32 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഗിയർ ബോക്സാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതായത് എഞ്ചിനിലും ഗിയർ ബോക്സിലും സാരമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയേണ്ടത്. ഈ ഒരു 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ 2.6 ലിറ്റേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 140 BSP ആണ് ഇതിൻ്റെ മാക്സിമം പവർ. 320 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അതായത് 91 BSP ആയിരുന്നു ഈ വാഹനത്തിൻ്റെ പവർ നേരത്തെ എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ 49 BSP പവർ കൂടിയിട്ടുണ്ട്. അതുപോലെ 250 ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു മാക്സിമം ടോർക്ക്. അത് 320 അതായത് 70 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ എയർ ഇൻടേക്ക് സിസ്റ്റം, പുതിയ ഫ്ലൈ വീല്, പുതിയ ടർബോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നു. പുതിയ ഇഞ്ചക്ടേഴ്സ് വന്നു. അങ്ങനെ ടോട്ടലി മാറി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ വരുത്തിയ മാറ്റങ്ങളാണെന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്.
എന്തായാലും ഐഡിലെങ്കിലും അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും വളരെ ക്വയറ്റായിട്ടുള്ള നല്ല റിഫൈൻമെൻറ്റുള്ള എഞ്ചിനാണ്. പഴയ ഫോഴ്സിൻ്റെ വാഹനങ്ങളിലെ എഞ്ചിന് ഒരു ഹൗളിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള ഏറ്റവും ആധുനികമായ രീതിയിലുള്ള വാഹനങ്ങളുടെ രീതികളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു എഞ്ചിനുള്ളത്. എന്തായാലും ഒരു 1500 RPM ശരിക്കും ഈ ഒരു എഞ്ചിൻ്റെ ഒരു പവർ നമുക്ക് അനുഭവിച്ച് തുടങ്ങുക. 3500 RPM വരെ ആ ഒരു പവർ ഡെലിവറി നിലനിൽക്കുന്നുമുണ്ട്. ഒരു 80 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ വളരെ സ്മൂത്തായിട്ടുള്ള ആ ഒരു പവർ ഡെലിവറി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. 2000 RPM താഴെയൊക്കെ 80 കിലോമീറ്റർ ഓടിച്ചു പോകാൻ രസകരമാണ്. പിന്നെ 2 മോഡുകളുണ്ട്, ഈക്കോയും പവറും. ഫ്യൂവൽ എക്കോണമി വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈക്കോ എന്ന മോഡിൽ പോകാം. അത് സിറ്റി ഡ്രൈവിങ്ങിന് ഏറ്റവും പറ്റിയത് തന്നെയാണ്. പക്ഷേ ഒരല്പം കാല് കൊടുത്ത് നല്ല പവർ ഒന്ന് അനുഭവിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് പവർ എന്നുള്ള മോഡിലേക്ക് മാറ്റാവുന്നതാണ്. എന്നാൽ 2.5 ടണ്ണുള്ള വാഹനമാണ് ഓടിച്ചു പോകുന്നതെന്നോ അല്ലെങ്കിൽ ഈ വലിപ്പം ഉണ്ടെന്നോ ഒന്നും തോന്നാത്ത രീതിയിൽ സ്മൂത്താണ് പവർ ഡെലിവറി ആയാലും ഡ്രൈവ് ആയാലും അതുപോലെ ഗിയർ ഷിഫ്റ്റുകളായാലും എല്ലാം തന്നെ. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫോഴ്സ് മോട്ടോഴ്സ് അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. അതുപോലെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കുകളും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റിയാണ്. ഇതിനോട് കിടപിടിക്കുന്ന ഒരു വാഹനവും ഇന്ത്യയിലില്ല ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് 3 ഡോറിൻ്റെ കാര്യത്തിൽ 39 ഡിഗ്രിയാണ് അപ്രോച്ച് ആംഗിൾ, അതുപോലെ തന്നെ 37 ഡിഗ്രി ഡിപ്പാച്ചർ ആംഗിൾ, അതുപോലെ 28 ഡിഗ്രി ബ്രേക്ക് ഓവറും. പക്ഷേ കുറച്ചുകൂടി നീളം കൂടിയൊരു വാഹനമാണ് 5 ഡോർ എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ചെറിയൊരു മാറ്റം കുറവുണ്ടാകാം എന്നേ ഉള്ളൂ. എങ്കിലും ഓഫ് റോഡ് എബിലിറ്റീസിന് വലിയ കാര്യമായ രീതിയിൽ കുറവില്ല. 35 ഡിഗ്രിയൊക്കെ ചുമ്മാ വലിഞ്ഞ് കയറിക്കോളും. അതുപോലെ തന്നെ 700 മില്ലി വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. ഏത് സുനാമി ഉണ്ടോ അത്രയും കടത്തി പറയുന്നില്ല. എന്തായാലും തരക്കേടില്ലാത്ത വെള്ളക്കെട്ടിലൂടെയും ഓടിപ്പോകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സേഫ്റ്റിയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ വാഹനത്തിൻ്റെ ചട്ടക്കൂട് തന്നെ ഒരു സേഫസ്റ്റ് ചട്ടക്കൂട് എന്ന് പറയാം. എങ്കിൽ പോലും മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ABS ഉണ്ട്, EBD ഉണ്ട്, റിയർ പാർക്കിംഗ് സെൻസർ ഉണ്ട്, റിയർ പാർക്കിംഗ് ക്യാമറയുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ടും എടുത്ത് പറയാവുന്നത്. എന്തായാലും ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം അത് കൊടുത്തിട്ടില്ല. വളരെ വലിയ ഒരു വാഹനമായതുകൊണ്ട് തന്നെ ടേണിംഗ് റേഡിയസ് കൂടുതലാണ്. ഞാനൊരു ജിംനിയുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് അനുഭവിക്കുന്നത് അത് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അത് മോശമല്ല. 6.3 മീറ്റർ വേണം വളച്ച് ഒടിച്ച് എടുക്കാനെന്നാണ് പറയുന്നത്. 3 ഡോറിന് ഇത് 5.5 മീറ്റർ മതി. അപ്പോൾ അത്രയും വ്യത്യാസം 5 ഡോർ ആയപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച സസ്പെൻഷനാണ് കമ്പനി പറയുന്നത്. ഓടിക്കാൻ നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. എന്തായാലും കാര്യമായ അപ്ഡേറ്റ് സസ്പെൻഷൻ നടന്നിട്ടുണ്ട്. മുൻഭാഗത്ത് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് ഞാൻ പറഞ്ഞ ലോവർ കൺട്രോൾ ആംസിലൊക്കെ കാര്യമായ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. പിൻഭാഗത്ത് മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ട്രാവലുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ സോഫ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ മോശം റോഡിലൊക്കെ അനുഭവപ്പെടുന്നത് വളരെ സോഫ്റ്റ് സസ്പെൻഷനായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ലാഡർ ഓൺ ഫ്രെയിം എന്ന് പറയുന്ന നിർമ്മാണ രീതി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബോഡി റോൾ അത് എവിഡൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. തന്നെയുമല്ല 233 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ബോഡി റോളിന് പാകത്തിനുള്ള എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയേണ്ടത്. എങ്കിൽ പോലും ഒരു ഓഫ് റോഡർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബോഡി റോൾ ആവശ്യമാണെങ്കിൽ മാത്രമേ ഓഫ് റോഡുകളിൽ വാഹനം ആ രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഓൺ റോഡിൽ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേയിലൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ലെങ്കിലും പിൻഭാഗത്തിരിക്കുമ്പോൾ ബോഡി റോൾ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇത്തരം വാഹനങ്ങളുടെ കൂടപ്പിറപ്പാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എന്താണ് വില എന്നാണല്ലോ. 16.91 ലക്ഷം രൂപയാണ് 3 ഡോറിൻ്റെ ഏറ്റവും പുതിയ 3 ഡോറിൻ്റെ വിലയെങ്കിൽ ഈ 5 ഡോറിൻ്റെ വില എന്ന് പറയുന്നത് 18.17 ലക്ഷം രൂപയാണ്. അതായത് 3 ഡോറും 5 ഡോറും തമ്മിൽ ഏകദേശം 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ വ്യത്യാസമുണ്ട്. പക്ഷേ വലിപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൂടുതലാണല്ലോ ഈ 5 ഡോറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടത് മോശമാണെന്ന് പറയാനാവില്ല. പിന്നെ 3 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ വാറണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി തരുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന ഫോഴ്സ് മോട്ടോഴ്സിന് ഇന്ത്യയിൽ 100-ലധികം സർവീസ് സെൻറ്റേഴ്സൊക്കെ ഉള്ള ഗംഭീരമായ കമ്പനിയാണ്. അത്തരം കാര്യങ്ങളൊന്നും വിഷമിക്കേണ്ടതില്ല. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു എതിരാളി വരാൻ പോകുന്നത് എന്താണ്? മഹീന്ദ്രയുടെ താറാണ്. താറിൻ്റെ 5 ഡോർ വരാൻ പോവുകയാണ്. ജിംനി ഓൾറെഡി 5 ഡോർ വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ മത്സരത്തിന് റെഡിയാകുന്ന രീതിയിലാണിപ്പോൾ ഏറ്റവും പുതിയ ഗൂർഖയെ കമ്പനി അണിയിച്ചൊരുക്കി വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാഹനങ്ങളോട് കോമ്പറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നിർമ്മാണ നിലവാരവും എൻജിൻ്റെ റെസ്പോൺസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. എന്നാൽ ഇതൊരു സ്പെഷ്യൽ ബ്രീഡാണ് ഈ വാഹനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളത് വേറെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാഹനം വേണമെങ്കിൽ ഈ വാഹനം വാങ്ങിച്ചേ പറ്റൂ എന്നാണ് പറയേണ്ടത്.